ഫിഫ ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മരണ ഗ്രൂപ്പ് സംബന്ധിച്ചൊരു വലിയ തർക്കം നടക്കുന്നുണ്ട്. ഏതാണ് മരണ ഗ്രൂപ്പ് എന്നുള്ള കാര്യമാണ് തർക്കം നടക്കുന്നത്. ചില കാര്യങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും സംശയം തോന്നും. അർജന്റീനയുടെ കാര്യമാണെങ്കിലും ബ്രസീലിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മരണ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും. ഇതിൽ ആരൊക്കെയായിരിക്കും മരണ ഗ്രൂപ്പിൽ വരുന്ന ടീം? ഇപ്പം പറഞ്ഞ രണ്ട് ഗ്രൂപ്പുകളാണ്. ഫ്രാൻസിന്റെ ഗ്രൂപ്പ് ഐ മരണ ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റും. ഇംഗ്ലണ്ട് കളിക്കുന്ന ഗ്രൂപ്പ് എല്ലും മരണ ഗ്രൂപ്പാണെന്ന് പറയാൻ വേണ്ടി പറ്റും. രണ്ടും ശക്തരായ എതിരാളികൾ. നമ്മൾ പറഞ്ഞാൽ തന്നെ ബ്രസീലിലും അർജന്റീനയ്ക്കൊക്കെ ശക്തരായ എതിരാളികൾ ഗ്രൂപ്പ് ഘട്ടത്തിലുണ്ടെങ്കിൽ കൂടി ഇവരത്ര ഒരു മരണ ഗ്രൂപ്പിലേക്ക് മരണ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ടാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ സംശയിക്കേണ്ട സാഹചര്യം തന്നെയാണ് പറഞ്ഞത്. അതിലിപ്പം ഗ്രൂപ്പ് എല്ല് പറഞ്ഞാൽ ക്രൊയേഷ്യയും ഗാനയും ഇംഗ്ലണ്ടും പനാമയും പറഞ്ഞിട്ട് 4 ഗ്രൂപ്പുകളാണ് വരുന്നത്. അതിൽ ക്രൊയേഷ്യ, ഗാന, ഇംഗ്ലണ്ട് ഇതിൽ നമുക്ക് ശക്തമായ മത്സരം നടക്കാവുന്ന ടീമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമായില്ല പറയാൻ പറ്റും. കാരണം ഹാരി കെയിൻ്റെ നായകത്വത്തിന് കീഴിലാണ് ടീം ഇറങ്ങാൻ വേണ്ടി വരുന്നത്. പക്ഷേ ഹാരി കെയിൻ അത്ര എളുപ്പമായിരിക്കില്ല ആദ്യ ഗ്രൗണ്ട് കഴിഞ്ഞ് വരുന്നത്. നമുക്ക് കിരീടം നേടാൻ ചാൻസ് ഉള്ള ടീമുള്ളതായിട്ട് വേണമെങ്കിൽ ഇംഗ്ലണ്ടിനെ പറയാൻ വേണ്ടി പറ്റും. പക്ഷെ അവർക്ക് ക്രൊയേഷ്യ, ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയുടെ ആ പോരാട്ട വിരിയും, ഗാന നമുക്കറിയാം ജോർദാൻ അയ്യോ ആണ് ക്യാപ്റ്റൻ വരുന്നത്, ആന്റോയിൻ സെമിനിയാണ് പ്രധാന താരമായിട്ട് വരുന്നത്. ഈ ഗ്രൂപ്പിന്റെ ഘട്ടത്തിൽ ഇവർ രണ്ട് ടീമിനെയും മറികടന്ന് മുന്നേറുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെയാണ് പനാമ വരുന്നത്. പനാമ 2 തവണ മികച്ച പ്രകടനം നടത്തിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 തവണ കളിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തിയ ടീം തന്നെയാണ് പനാമ. അട്ടിമറിക്ക് ശേഷിയില്ലാത്ത ടീമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇംഗ്ലണ്ടിന് ഇവർ ആദ്യത്തെ 2 വെല്ലുവിളികൾ നേരിടുക തന്നെ പ്രശ്നമേ വരും. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഐയിലേക്ക് വരുമ്പോൾ ഫ്രാൻസ് നേരിടുന്ന വെല്ലുവിളി. ഫ്രാൻസിന് ഇറാഖ്, സെനഗൽ, നോർവേ. സെനഗൽ, നോർവേ എന്നുള്ള ടീമും ഇറാഖ് അട്ടിമറിക്ക് കോപ്പ് കൂട്ടാൻ വരുന്ന ടീം തന്നെയാണ് ഇറാഖും വരുന്നത്. ഈ ടീമുകളെ മറികടന്ന് ഫ്രാൻസിന് മുന്നേറാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും മരണ ഗ്രൂപ്പ് തന്നെ ആയിരിക്കാം. ഈ ഫ്രാൻസിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ അവർ 2ാം സ്ഥാനത്ത് വന്നു. അതുപോലെ തന്നെ ഈ തവണ അവർ കപ്പടിക്കാൻ ഉറച്ചാണ് നടത്തുന്നത്. അതിന് മുന്നേ ചാമ്പ്യന്മാരായിരുന്നു. പക്ഷേ നമ്മളിവിടെ പറയേണ്ട കാര്യം ഈ നോർവേയുടെ കാര്യമാണ്. ആ നോർവേ ടീമിന്റെ ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയും. എർലിംഗ് ഹാലങ്, നമുക്കറിയാം ഹാലങ്ങിന്റെ ഒരു ഗോൾറെഡി മെഷീൻ എന്ന് നമുക്ക് പറയാൻ വരുന്ന താരം തന്നെയാണ് ഹാലങ് വരുന്നത്. ഹാലങ്ങിന്റെ മികവിലാണ് നോർവേ ഇപ്രാവശ്യം എല്ലാ സ്വപ്നങ്ങളും കാണുന്നത്. എല്ലാ സ്വപ്നങ്ങളും കാണുന്നു പറഞ്ഞാൽ അതിനുള്ള കഴിവുള്ള ഒരു നിര തന്നെ ആ ടീമിനുണ്ട്. അപ്പം ഇംഗ്ലണ്ട് ഈ പറഞ്ഞ ഫ്രാൻസിന് എംബാപ്പെ ഉൾപ്പെടെയുള്ള താരങ്ങളുള്ള ഫ്രാൻസിന് വലിയ വെല്ലുവിളി ഉയർത്താൻ വേണ്ടി നോർവേക്ക് കഴിയുന്ന അതിൽ യാതൊരു സംശയവും വരുന്നില്ല. സെനഗലിനെ പറ്റി നമുക്ക് അറിയുന്നതാണ്. ആഫ്രിക്കൻ കരുത്താണ്. ആഫ്രിക്കൻ കരുത്തിൽ സാനിയോ മാനെ എന്നൊരു താരം. മാനയുടെ നമുക്കിപ്പോൾ എടുത്തു പറയേണ്ടതില്ല. നമ്മൾ ലോകകപ്പിന്റെ മുഖങ്ങളായി വരുന്ന താരങ്ങൾ വരുന്ന ഹാലങ്ങിനെ പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ എംബാപ്പെ പറയുന്ന പോലെ തന്നെ മാനയെ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു ഘട്ടമാണിത്. അപ്പം അത്തരം താരങ്ങളുള്ള ടീമാണ് ആഫ്രിക്കൻ. നമുക്കറിയാം എന്തു വന്നാലും ഒരു ഫ്രാൻസിന് എളുപ്പമായിരിക്കില്ല. നമുക്ക് കഴിഞ്ഞ തവണ നമുക്കറിയാം ഫ്രാൻസ് ഇപ്പം ഐവറി കോസ്റ്റിനോടൊക്കെ സന്നാഹ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ ഫ്രാൻസിനാണ് നിങ്ങൾ ലോകകപ്പ് കയറുന്ന പറയുന്ന ഐവറി കോസ്റ്റിനോട് പരാജയപ്പെടുന്നത്. പക്ഷേ എല്ലാ കാലത്തും ഫ്രാൻസിന്റെ സൗഹൃദ മത്സരങ്ങളിൽ ലോകകപ്പിലുള്ള മത്സരങ്ങളിൽ നമ്മൾ ഈ ഘട്ടത്തിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. അവരങ്ങനെ വലിയൊരു കൊടുങ്കാറ്റായിട്ട് വരുന്നതല്ല. ഒരു ശാന്തമായി വന്ന് ഈ സന്നാഹമത്സരത്തിൽ ചിലപ്പോൾ തോറ്റ് അല്ലെങ്കിൽ ഒരു അലസമായ രീതിയിൽ കളിച്ച് വരും. പക്ഷേ ലോകകപ്പിലെത്തുമ്പോൾ ട്രാക്കിലെത്തി കഴിയുമ്പോഴേക്ക് ഫ്രാൻസിന് തനി സ്വരൂപം പുറത്തെടുക്കും. അതുകൊണ്ട് അത് വെച്ച് വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള ടീമിനെ ഐവറി കോസ്റ്റോട് പോലും ഒന്ന് പൊരുതി വീഴാൻ ടീമിനെ എങ്ങനെയും മറികടക്കാമെന്ന ടീം തന്നെയാണ് ഈ പറഞ്ഞത് സെനഗൽ പോലുള്ള ടീമുകൾ വരുന്നത്. അപ്പം എന്ത് വന്നാലും ഫ്രാൻസിനും എംബാപ്പയ്ക്കും എളുപ്പമായിരിക്കില്ല. 18 കിരീടവും 22 അവസാന വർഷം കൈവിട്ട കിരീടവും അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഹാട്രിക്കിലേക്ക് വരാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു വരുന്നതാണ്. അതുപോലെ ആ രീതിയിലേക്ക് വരും. അപ്പം 26 ആ കിരീടത്തിലേക്ക് എത്താൻ കഴിവുള്ള ടീമാണ് ഫ്രാൻസ്. പക്ഷേ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ ഇച്ചിരി പ്രയാസപ്പെടും. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട ഒരു ടീം ഗ്രൂപ്പാണ് ഗ്രൂപ്പ് സി. അവിടെ ബ്രസീലുണ്ട്, മൊറോക്കോ ഉണ്ട്, ഹെയ്ത്തി അടക്കമുള്ള ശക്തമായ ഒരു സ്കോട്ട്ലാൻഡും ഉണ്ട്. ഒരു വലിയൊരു ടീം ഒരു ലൈനപ്പ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ബ്രസീലിൻ്റെ സാധ്യതകൾ നമ്മളെപ്പോഴും പറയുമ്പോൾ ഇത്തവണ നെയ്മറിൻ്റെ ഒരു സാന്നിധ്യം ബ്രസീലിനെ വീണ്ടും ശക്തമാക്കുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രസീലിന് ഇത്രത്തോളം വെല്ലുവിളിയുണ്ട് ഇത്തവണ. തീർച്ചയായും സ്കോട്ട്ലാൻഡിനെയും മൊറോക്കോയും നമുക്ക് ഒരിക്കലും തള്ളിക്കളയുന്ന ടീമല്ല. ലോകകപ്പുകൾ ഇപ്പം പറയാം 7ാം തവണയാണ് ലോകകപ്പിലേക്ക് മൊറോക്കോ എത്തുന്നത്. മികച്ച താരം എന്ന് പറയുകയാണെങ്കിൽ ഇബ്രാഹിം ഡയസാണ് മൊറോക്കോയുടെ മികച്ച താരം. അപ്പം ബ്രസീലിന് ഒരു വെല്ലുവിളി ഉയർത്താൻ ഒരു നിര ഉണ്ട്. വെല്ലുവിളി എത്രത്തോളം ഉയർത്താം നമുക്ക് ബ്രസീലിന് നിര അറിയാം. നെയ്മർ തിരിച്ചെത്തുന്ന ഒരു നിര നമുക്കറിയാം. കരുത്തരായ ടീം തന്നെയാണ്. പക്ഷേ മികച്ച മത്സരം നടത്താൻ വേണ്ടി മൊറോക്കോക്ക് പറ്റും. സ്കോട്ട്ലാൻഡ് ആണെങ്കിൽ 9ാം തവണ ലോകകപ്പ് കളിക്കുന്ന ടീമാണ് സ്കോട്ട്ലാൻഡ്. സ്കോട്ട് മക്ടോമിയ എന്ന പ്രധാന താരത്തിന് കീഴിൽ ഒരു കരുത്തിലാണ് സ്കോട്ട്ലാൻഡ് ഇപ്പം ഈ ലോകകപ്പ് സ്വപ്നങ്ങൾ കാണുന്നത്. മികച്ച മുന്നേറ്റം നടത്താൻ പറ്റുന്ന ടീം തന്നെയാണ്. അപ്പം ആരായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക അല്ലെങ്കിൽ 2ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് മത്സരത്തെ ആശ്രയിച്ചിരിക്കും. പിന്നെ ഹെയ്ത്തിയിലേക്ക് വരുമ്പോൾ ഹെയ്ത്തി 2ാം തവണ ലോകകപ്പ് കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ കരുത്തർ നമ്മൾ ഈ പറയുന്ന പോലെ അട്ടിമറികൾക്ക് പേരിടുന്ന ടീമായിട്ട് ഹെയ്ത്തിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഡക്കൻ നാസറിനാണ് ഹെയ്ത്തിയുടെ ഒരു പ്രധാന താരമായിട്ട് വരുന്നത്. അട്ടിമറിക്ക് പേരിട്ട ടീമാണ്. ലോകകപ്പിൽ 2ാം തവണയാണ് കളിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് അപ്പുറത്തേക്ക് എത്താൻ ഇതുവരെ ഹെയ്ത്തിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി ഇത്തവണ എന്തും സംഭവിക്കാവുന്ന ഒരു മത്സരം. നമുക്ക് ഫുട്ബോളാണ് എപ്പോഴും എങ്ങനെയും പ്രതീക്ഷിക്കാവുന്ന ടീമാണ്. അതിനൊപ്പം ഒരു ബ്രസീലിന് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമേ നമുക്ക് പറയാം. പക്ഷേ ഒരു മരണ ഗ്രൂപ്പായിട്ടൊന്നും കണക്കാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യില്ല.
അടുത്ത നമുക്ക് പറയേണ്ട ഒരു ടീം എന്ന് പറയുമ്പോൾ ആരാധകർ ഏറെയുള്ളത് തന്നെ ബ്രസീലിന് ആരാധകർ ഏറെയുള്ളതുപോലെ തന്നെ മറ്റൊരു ടീമായി അർജന്റീനയുടെയാണ്. ഗ്രൂപ്പ് ജെ ആണ്. ബ്രസീലിന്റെ സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഇനി അർജന്റീനയുടെ കാര്യം കൂടെ പറയണം. അർജന്റീനയ്ക്ക് ഇവിടെ എത്രത്തോളം ഉണ്ട് വെല്ലുവിളി? അല്ല, ഇപ്പൊ പറയുമ്പോൾ തന്നെ നമ്മൾ മരണ ഗ്രൂപ്പെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും ആ മരണ ഗ്രൂപ്പിൽ ഒരു ഇതിലേക്കും കൂടാൻ പറ്റാത്ത ഗ്രൂപ്പായിട്ടാണ് ഗ്രൂപ്പ് ജെ വരുന്നത്, അർജന്റീന ഗ്രൂപ്പ് വരുന്നത്. ബ്രസീലിന് അത്ര വെല്ലുവിളിയും അർജന്റീനയ്ക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓസ്ട്രിയ, അൾജീരിയ, ജോർദാൻ എന്നിവരാണ് വരുന്നത്. അതിൽ ജോർദാൻ ആദ്യമായിട്ടാണ് ലോകകപ്പ് കളിക്കാൻ വേണ്ടി എത്തുന്നത്. ഓസ്ട്രിയ നമുക്കറിയാം മികച്ച ടീമാണ്. മാർസലാണ് പ്രധാനപ്പെട്ട താരമായിട്ട് വരുന്നത്. 8ാം തവണ അവർ ലോകകപ്പ് കളിക്കുന്നത്. മികച്ച പ്രകടനം 1954 മൂന്നാം സ്ഥാനത്തെത്തിയ ഒരു ടീമാണ്. അതുമാത്രമാണ് ഇപ്പം പറയാനുള്ളത്. വെല്ലുവിളി ഉയർത്തുക അർജന്റീനക്ക് അത്ര വലിയ വെല്ലുവിളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ടീം അൾജീരിയ 5ാം തവണയാണ് കളിക്കുന്നത്. ഒരു 2014 പ്രീ ക്വാർട്ടറിൽ കടന്നിട്ടുണ്ട്. അതാണ് അവർ ഏറ്റവും വലിയ ഒരു റെക്കോർഡ് പറയുന്നത്. അത് വലിയൊരു വെല്ലുവിളിയാക്കാൻ പറ്റുന്ന ടീമായിട്ട് നമുക്ക് അൾജീരിയയും എടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജന്റീന തന്നെയായിരിക്കും ഈ ഗ്രൂപ്പിലെ ജേതാക്കളെ ഏറ്റവും ഒന്നാമതായിട്ട് തന്നെ എത്തുന്നത്. 78ലും 86ലും 2022ലും ലോകകപ്പ് നേടിയ ടീമായിട്ട് അർജന്റീന നിലവിലെ ചാമ്പ്യന്മാർ. അവർക്ക് വലിയ വെല്ലുവിളി ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാവും തോന്നുന്നില്ല. ഖത്തർ ലോകകപ്പിൽ നമ്മൾ കണ്ടു മെസ്സിക്ക് ഒരു കപ്പ് എന്നുള്ള ഒരു വികാരമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ 2026ലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് എന്നുള്ള വികാരം കൂടെ പറയുന്നത്. പക്ഷെ ഇവിടെ ക്രിസ്ത്യാനോ 40 കഴിഞ്ഞൊരു താരമാണ്. ഇപ്പോഴും ഒരു യുവതാരത്തെ പോലെ കളിക്കുന്ന താരമാണ്. ഇപ്പൊ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് എന്നുള്ളൊരു വികാരമുണ്ട്. ഇപ്പൊ ഈ റൊണാൾഡോയുടെ പോർച്ചുഗൽ അത് റൊണായെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ടീമൊന്നും അല്ല ഇത്തവണ. അത് ശക്തമായ നിലയുമായിട്ട് അതെ അതെ. ഇപ്പൊ ഒരു ഗ്രൂപ്പ് കെയിലാണ് പോർച്ചുഗൽ ഉള്ളത്. അവിടെ എത്രത്തോളം വെല്ലുവിളികൾ ആദ്യഘട്ടത്തില് പോർച്ചുഗലിന് നേരിടേണ്ടി വരും? പോർച്ചുഗലിൽ മികച്ച മത്സരം വരാൻ നമുക്ക് കൊളംബിയ ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമുക്കറിയാം കെ ഗ്രൂപ്പിലേക്ക് പോർച്ചുഗലിനൊപ്പം തന്നെ കൊളംബിയ ഉൾപ്പെടുന്നുണ്ട്. മികച്ച പോരാട്ടം നടക്കുന്ന ഒരു ടീം തന്നെ ഗ്രൂപ്പായിട്ട് അത് മാറും. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ വെല്ലുവിളി ഉണ്ടാവുന്നില്ല. പിന്നെ വരുന്നത് ഉസ്ബെക്കിസ്ഥാനും കോങ്കോയുമാണ്. ഈ രണ്ട് ടീമുകൾ അത്ര വലിയ വെല്ലുവിളിയാണെന്ന് തോന്നുന്നില്ല. അതിൽ ഉസ്ബെക്കിസ്ഥാൻ ആദ്യമായിട്ടാണ് ലോകകപ്പ് കളിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര വലിയ വെല്ലുവിളിയുള്ള ടീമാണെന്നില്ല. പക്ഷേ കൊളംബിയോട് കളിക്കുന്ന ഒരു മത്സരം, ആ മത്സരത്തിൽ ഈ നമ്മുടെ പോർച്ചുഗലിന്റെ മാറ്ററിയാൻ വേണ്ടി പറ്റും. ഈ ലോകകപ്പിലെ ടീം എങ്ങനെയാണ്, ടീമിന്റെ ഒത്തുണക്കവും പ്രകടനവും എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി വരുന്നത്. ഈ ഒരു ലോകകപ്പിലേക്ക് ഈ പറഞ്ഞ പോലെ കപ്പ് റൊണാൾഡോക്കുള്ള കപ്പാണോ അല്ലെങ്കിൽ അതിലേക്ക് സ്വപ്നം കാണേണ്ടതുണ്ടോ എന്ന് പറങ്കിപ്പഴയുടെ ആരാധകർക്ക് തോന്നിയ ഒരു ടീമായിട്ട് മത്സരമായിട്ട് കൊളംബിയായിട്ടുള്ള മത്സരം മാറും. പിന്നെ കോങ്കോ നമുക്കറിയാം. കോങ്കോ 2ാം തവണ മാത്രം ലോകകപ്പിൽ ഒരു ടീമാണ്. അത്ര വലിയൊരു അട്ടിമറി നമുക്ക് പ്രവചിക്കാനാവില്ല. പക്ഷേ എങ്കിൽ കൂടി വലിയ വെല്ലുവിളി പോർച്ചുഗൽ ഇപ്പോൾ സ്വപ്നം കാണേണ്ടതില്ല. ഈ പറഞ്ഞ കൊളംബിയയുടെ ഒരു മത്സരം മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഒരു നല്ല ശക്തമായ ഒരു മത്സരമായിട്ട് കാണേണ്ടതുണ്ടാവും. അതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് എച്ച് വരുന്നത്. സ്പെയിനിന് വെല്ലുവിളിയായിട്ടോടെ പിന്നെ ഉറുഗ്വായ് ഉണ്ട്. ഉറുഗ്വായും സ്പെയിൻ തന്നെയാണ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ടീമായിട്ട് വരുന്നത്. പിന്നെ സൗദി അറേബ്യ ആണുള്ളത്. അപ്പോൾ വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്പെയിൻ നമ്മൾ ആരാധകർക്ക് കാത്തിരിക്കുന്ന ആദ്യ റൗണ്ട് മത്സരങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇംഗ്ലണ്ട് ഉൾപ്പെടുന്ന ഗ്രൂപ്പിലും ഫ്രാൻസ് ഉൾപ്പെടുന്ന ഐയും ഈ രണ്ട് ഗ്രൂപ്പിലാണ് നിലവിൽ നമുക്ക് ഒരു ശക്തമായ മത്സരം ആദ്യ ഗ്രൂപ്പുകളായിട്ട് വിലയിരുത്താൻ പറ്റുന്നത്. പക്ഷേ ഫ്രാൻസിനും ഏത് ടീമുകളെയും മറിച്ചിടാൻ ശേഷിയുണ്ട്. ഇംഗ്ലണ്ടിനും അതുപോലെ തന്നെയുണ്ട്. ഫ്രാൻസ് ഈ തവണ രണ്ടും കൽപ്പിച്ചാണ്. അവർക്ക് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കപ്പ് ഇത്തവണ തിരിച്ചു പിടിക്കേണ്ടതാണ്. എംബാപ്പെ അത് ഉറപ്പാക്കി പറയുന്നുണ്ട്. എംബാപ്പെ കഴിഞ്ഞൊരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ എംബാപ്പെ പറയുന്നു കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ ഫൈനൽ മത്സരം ഒരു തവണയോ മറ്റോ കണ്ടിട്ടുള്ളൂ. അത് വീണ്ടും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ തവണത്തെ ലോകകപ്പ് ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ ഉറപ്പിച്ചാണ് ഇറങ്ങുന്നതെന്ന് എംബാപ്പെ പറയുന്നുണ്ട്. തിരിച്ചു പിടിക്കുന്നുള്ള വാശി തന്നെയാണ് ഫ്രാൻസ് ഉള്ളത്. അവരുടെ താരനിരയും അത്ര സമ്പന്നമാണ്. അതിന് കുറച്ച് തന്നെയുള്ള നിരയാണ് ഇറങ്ങുന്നത്. അർജന്റീനയുണ്ട്, ബ്രസീലുണ്ട്, ആരാധകരുടെ ഏറെ ഇഷ്ടമുള്ള പോർച്ചുഗലുണ്ട്. അപ്പം ഈ തവണത്തെയും ലോകകപ്പ് മികച്ചൊരു പോരാട്ടമായിരിക്കും. അട്ടിമറികൾ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ചെറിയ ടീമുകൾ വമ്പന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഏതെക്കാലം നമുക്ക് നല്ലൊരു മത്സരം നോക്കിക്കാണാം എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും.